വലിയവനായ ദൈവമേ, അങ്ങയുടെ നാമം സർവ്വഭൂമിയിലും നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, അങ്ങേക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 18. ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം നമ്മൾ ഇന്ന് വായിച്ച് ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ സംഖ്യാപുസ്തകം വായിച്ച് അവസാനിച്ചു. അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പം പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും ഒരേ കാലഘട്ടമാണ്. ഒരു 40 വർഷത്തിനകത്ത് നടന്ന സംഭവങ്ങളാണ് അതിനകത്ത്. അപ്പോൾ ഇതൊന്നും പിന്നീട് എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ആവർത്തന പുസ്തകത്തിനകത്തും ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. മോശയ്ക്ക് ഇപ്പോൾ 120 വയസ്സായി. 40 വർഷത്തെ മരുഭൂപ്രയാണം അവസാനിക്കുന്നു. മോശെ ഇനി മരണത്തിലേക്ക് പോകുന്നുള്ള കാര്യം മോശയ്ക്ക് അറിയാം, കനാനിലെത്തുന്നതിന് മുമ്പ്. അതിനു മുമ്പ് വാഗ്ദത്തദേശത്തിലേക്ക് പോകാൻ പുറപ്പെടുന്ന രണ്ടാമത്തെ തലമുറ. ആദ്യത്തെ തലമുറ, പുറപ്പെട്ടു വന്ന തലമുറ എല്ലാവരും മരിച്ചു മരുഭൂമിയിൽ പല സ്ഥലത്ത് വെച്ച് പല സമയത്ത്. ഇനി പുതിയ തലമുറയെ അവരെ സജ്ജമാക്കി കനാൻ ദേശത്തേക്ക് അയക്കുന്ന ഒരു യാത്രയയപ്പ് സന്ദേശം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മോശയുടെ വാക്കുകളാണ് ഇത് ആദ്യം മുതൽ അവസാനം വരെ. ഇപ്പം ഇവിടെ ആവർത്തനം എന്ന് മലയാളത്തിൽ പറയുന്ന ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷിൽ ഡ്യൂട്ടറോണോമി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഹാണ്ടേഭരീം എന്ന പേരാണ് ഇതിൻ്റെ എബ്രായ ഭാഷയിൽ ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൻ്റെ പേരും അതിൻ്റെ ആരംഭവും അതേ ഹാഡേഭരീം എന്നതിൽ ആഢ്യഭരീം എന്ന വാക്കുകൊണ്ടാണ്. അത് തന്നെയാണ് പുസ്തകത്തിൻ്റെ പേര്. ഇതിലൂടെ നിയമങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ ഒന്നും ഇതിനകത്ത് നമുക്ക് അധികമായിട്ടൊന്നും കാണാൻ കഴിയില്ല. എങ്കിലും ദൈവവചനം എങ്ങനെയാണ് അനുസരിക്കേണ്ടത്, അനുസരണക്കേട് കൊണ്ടുള്ള ഒരു തലമുറ, തങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ജീവിച്ചതെന്നും അവർ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയതിനെയും അങ്ങനെ നിങ്ങൾ നശിച്ചു പോകാതെ നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അനുസരിക്കാനുള്ളതിൻ്റെ ഗുണം അല്ലെങ്കിൽ അനുഗ്രഹം എന്താണെന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ് മോശെ ഈ സമയം അല്ലെങ്കിൽ ഈ പുസ്തകത്തിലൂടെ അവരോട് പറഞ്ഞ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മോശെ ഈ സമയം വേർതിരിച്ചത് എന്ന് നമുക്ക് കാണാം. ഇവിടെ 40-ാം വർഷം 11-ാം മാസം 1-ാം തീയതി, 42 പൂർത്തിയാകാൻ വളരെ ചുരുക്കം സമയം. 40-ാം സംവത്സരം 11-ാം മാസം. ഇനി ഒരു വർഷം കൂടെ ആകുമ്പോൾ 40-ാം സംവത്സരം 11-ാം മാസം. അതെ, 40 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. 41-42 2 വർഷത്തിന് ഏകദേശം 2 വർഷം. 2 വർഷം ഇല്ലല്ലോ, തീർന്നല്ലോ. 40 വർഷം തീർന്നു. ഒരു മാസം, അതെ, ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് 40 വർഷം പൂർത്തിയാകുകയാണ്. അപ്പോഴത്തേക്ക് അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ച് കഴിയും. അപ്പോൾ അവിടെ വെച്ചാണ് ഇവരോട് അവർ ദൈവം കൽപ്പിച്ചതുപോലെയൊക്കെയും അവരോട് പറയുകയാണ്. സ്ഥലം വന്നിട്ട് സൂഫിനെതിരെ പാരാനും തോഫലിനും ലാബാനും ഹസേരോത്തിനും ദീസാഹാബിനും നടുവെ യോർദാൻ അക്കരെ മരുഭൂമിയിൽ അരാബയിൽ വെച്ച് മോശെ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞ വചനങ്ങളാവിത്. സെയീർ പർവ്വതം വഴിയായി ഹോറേബിൽ നിന്ന് കാദേശ് ബർണയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് മോശെ പറയുന്നത്, ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സിഹോനെയും അസ്തോരത്തിൽ പാർത്തിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും എദ്രയിൽ വെച്ച് സംഹരിച്ച ശേഷം യോർദാനക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശെ ഈ ന്യായപ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ, ഹോറേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട്, നിങ്ങൾ ഈ പർവ്വതത്തിൽ പാർത്തത് മതി, യാത്ര തിരിഞ്ഞ് അമോര്യരുടെ പർവ്വതത്തിലേക്കും അതിൻ്റെ അയൽപ്രദേശങ്ങളായ അരാബ, മലനാട്, പാഴ്വീഥി, തെക്കേദേശം, കടൽക്കര എന്നിങ്ങനെയുള്ള കനാന്യ ദേശത്തേക്കും ലെബനോനിലേക്കും ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവിൻ. ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇത് പറയുന്നത് കുറച്ച് മുമ്പാണ് ഇത് ദൈവം പറയുന്നത്. അതായത് മോവാബ് സമഭൂമിയിൽ വെച്ച്.
നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പ്രഭതാക്കന്മാരെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ അവകാശമാക്കുവിൻ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ അവർ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള ഈ ഒരു ചരിത്രം, കുറേ കാര്യങ്ങൾ ഇവിടെ മോശെ പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങളുടെ സഹോദരന്മാർക്ക് തമ്മിലുള്ള കാര്യങ്ങളെ കേട്ട് ആർക്കെങ്കിലും സഹോദരനോട് പരദേശോട് വല്ല കാര്യവുമുണ്ടായാൽ അത് നീതിയോടെ വിധിപ്പിൻ. ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവൻ്റെയും കാര്യവും വലിയവൻ്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്. ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ. അപ്പോൾ ഇത് വീണ്ടും പറയുന്നത് എന്തിനാണ്? ഇത് കേൾക്കാതെ അനുസരിക്കാതെ പോയൊരു തലമുറ ഇവർക്ക് മുമ്പിലൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റ നോക്കാൻ പോയ സമയത്തെ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം ഒറ്റ നോക്കാൻ പോയതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ വന്ന് ഈ ജനത്തെ ഭയപ്പെടുത്തിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ആകയാൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേശം ഈ ദുഷ്ടതലമുറയിലെ പുരുഷന്മാർ ആരും കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയോട് പറ്റിച്ചേർന്നതുകൊണ്ട് അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ അവർക്ക് കൊടുക്കുമെന്നും യഹോവ കൽപ്പിച്ചു. നീയും അവിടെ ചെല്ലുകയില്ല. ആര്? മോശയോടും പറഞ്ഞു, നീയും അവിടെ ചെല്ലുകയില്ല. നിൻ്റെ ശുശ്രൂഷകനായ നൂൻ്റെ മകൻ യോശുവ അവിടെ ചെല്ലും. അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അവനാണ് ഇനി അതിൻ്റെ നേതാവ്. അത് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തത് നമ്മൾ കണ്ടു. ഇവിടെ അവൻ്റെ അവസാനം വായിക്കുന്നത്, നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ കൽപ്പന മറുത്ത് അഹമ്മദിയോട് പർവ്വതത്തിൽ കയറി. ആ പർവ്വതത്തിൽ കയറരുത് എന്ന് പറയുന്ന സമയത്ത് പർവ്വതത്തിൽ കയറുകയും ഇവിടെ വെച്ച് അമോര്യർ വന്ന് ഇവരെ പിന്തുടർന്ന് ഹോർമ വരെ ചിതറിച്ച് കളഞ്ഞ് ഓട്ടിച്ചിട്ട് കൊന്നതുമൊക്കെയാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുമ്പാകെ കരഞ്ഞു, പക്ഷേ ദൈവം നിങ്ങളുടെ നിലവിളി കേട്ടില്ല. അപ്പം അതുപോലെ ഒക്കെയാണ് ഇനി നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ പുസ്തകത്തിൽ മോശയോർക്ക്. അതിൻ്റെ ഒന്നാമത്തെ വായന ഭാഗമാണ് ഇവിടെ അവസാനിച്ചത്. സദൃശവാക്യങ്ങൾ 28 അധ്യായം 2 വായനാ ഭാഗം. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ന്യായപ്രമാണത്തെ ദുഷ്ടനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്ന ദുഷ്ടനെ പ്രശംസിക്കുന്നവനാണ്. എന്നാൽ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുന്നവൻ എന്താ ചെയ്യുന്നത്? ന്യായപ്രമാണത്തെ കാക്കുന്നവനാണ്. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനയും വെറുപ്പാകുന്നു. ആർക്ക്? ദൈവത്തിന്. ന്യായപ്രമാണം കേൾക്കാതെ ദൈവത്തിൻ്റെ കൽപ്പന കേൾക്കാനും അതിൽ താല്പര്യം കാണിക്കാതിരുന്നാൽ, എന്നിട്ട് പോയിരുന്നപ്പോൾ ദൈവമേ എന്നെ സഹായിക്കണമേ, എൻ്റെ കഷ്ടതയിൽ എനിക്ക് കൂടെ ഇരിക്കണമേ, എനിക്കത് വേണമേ ഇത് വേണമെന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് ആ പ്രാർത്ഥനയൊക്കെയും വെറുപ്പാണ്. ഞാൻ പറയുന്ന ഒന്നും അവന് കേൾക്കാൻ വയ്യ, അവന് എല്ലാ കാര്യങ്ങളും വേണം താനും. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനമെന്ന് പറഞ്ഞാൽ തൻ്റെ തെറ്റുകൾ, പാപങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ ഇതൊക്കെയും മറച്ചു വെക്കാതെ ദൈവത്തോട് മറച്ചു വയ്ക്കാൻ നോക്കില്ല. ദൈവം അതൊക്കെയും കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ഏറ്റുപറയുക എന്നുള്ളതാണ്. നമുക്ക് പക്ഷേ മനസ്സിലാകണ്ടേ, പലർക്കും കുഴപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, പിന്നെ എനിക്ക് ഈ കഷ്ണമൊക്കെ എന്ത് വന്നു എന്നാണ് പലപ്പോഴും പലരും പറയുന്നത്. അങ്ങനെയല്ല. അവരുടെ ജീവിതം അവരവർ ചിന്തിച്ചാൽ, ധ്യാനിച്ചാൽ പല കുറ്റങ്ങളും കുറവുകളും ദൈവത്തോട് ചെയ്തു പോയ തെറ്റുകളെ നമുക്ക് എല്ലാം ദൈവത്തോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം മനുഷ്യരോട് ചെയ്യുന്ന തെറ്റുകളാണ്. സ്വയം തൻ്റെ ശരീരത്തിനോട് ചെയ്യുന്ന തെറ്റുകളാണ്. തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റവരെ മുറിവേൽപ്പിക്കുന്നതാണ്. ആരും അറിയാതെ ഒരുത്തൻ്റെ അതിരുമാന്തുന്നതാണ്. ഇതൊക്കെ ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലും സ്വയത്തിലും ആണ് ചെയ്യുന്നത്. അതല്ല ദൈവത്തിനോട് പോയി എന്താണ് ചെയ്യുന്നത്?
ദൈവം പറഞ്ഞ കൽപ്പനകളെല്ലാം നമ്മുടെ സ്വയമായിട്ടുള്ള നമ്മുടെ ജീവിത രീതികളെ സംബന്ധിച്ചും പ്രവൃത്തികളെ സംബന്ധിച്ചും വർത്തമാനത്തെ സംബന്ധിച്ചും ചിന്തകളെ സംബന്ധിച്ചും മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രവൃത്തിയും ചിന്തയും വർത്തമാനവും സംബന്ധിച്ചുമാണ്. അപ്പം അത് അവിടെയാണ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ലംഘനം വരുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് കരുണ ലഭിക്കാനുള്ള വഴി. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എപ്പോഴും ഭയത്തോടിരിക്കുക എന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പം എപ്പോഴും പേടിച്ചരേണ്ട ജീവിതം എന്ന അർത്ഥത്തിലാണ്. മറിച്ച് അതല്ല. ദൈവഭയത്തോടിരിക്കുന്ന മനുഷ്യൻ, ദൈവഭയത്തോടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തോടിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് അനുസരണയുള്ള മനുഷ്യൻ, ഇതൊക്കെയാണ് ഭയത്തോടിരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ പേടിച്ചു വരേണ്ടിരിക്കുക എന്ന അർത്ഥത്തിലല്ല. ദൈവഭയം എന്ന് പറയുന്നത്, അത് ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള സ്നേഹമാണ്. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിലകപ്പെടും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല. കണ്ണുകടിയുള്ളവൻ അസൂയാലു ഒരിക്കലും ധനവാനാകുവാൻ ബന്ധപ്പെടും. ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. ചക്കരവാക്ക് പറഞ്ഞ് ആളുകളെ സൂചിപ്പിച്ചു പോകുന്നതിനേക്കാളും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നവനാണ് പിന്നീട് പ്രീതി ലഭിക്കുന്നത്. ആദ്യം ഈ ചക്രവാക്ക് പറയുന്ന സുഖമായിരിക്കും, പക്ഷെ പിന്നീട് അവന് എപ്പോഴെങ്കിലും ഈ വഴക്ക് കേട്ടവൻ അല്ലെങ്കിൽ ശാസിക്കപ്പെട്ടവൻ എന്നെങ്കിലും ആ ശാസിച്ചവനോട് പ്രീതി ഉള്ളവനായി മാറും, യാതൊരു സംശയമില്ല. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവന് പുഷ്ടി പ്രാപിക്കും. അപ്പോൾ അത്യാഗ്രഹമുണ്ടായിട്ട് മാനുഷികമായ പ്രവൃത്തികളാൽ ധനമുണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച് നടക്കുന്നതിനേക്കാളും ദൈവത്തെ ആശ്രയിച്ചാൽ അവൻ പുഷ്ടി പ്രാപിക്കും. അവനാവശ്യമുള്ളതൊക്കെയും ദൈവം കൊടുക്കും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും. അപ്പം ദരിദ്രർക്ക് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ തീർന്നു പോകും എന്നാണല്ലോ, തീർന്നു പോകും എന്നാണല്ലോ ചിന്ത. എന്നാൽ അതല്ല, കൊടുക്കുമ്പോൾ ഏറുന്ന ഒരു ശാസ്ത്രമാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. കൊടുക്കുന്നത് ദൈവം കാണുന്ന ദൈവം കൊടുത്തതിന് എത്രയെങ്കിലും മടങ്ങ് തിരികെ തരാൻ അല്ലെങ്കിൽ സമൃദ്ധിയാക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം അത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ 28-ാം അധ്യായത്തിലെ ചുരുക്കം വാക്കുകൾ മാത്രമാണ് വായിച്ചത്. അത് ഒരു വാക്യം പോലും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. സദൃശവാക്യങ്ങളുടെ പ്രത്യേകത അതാണ്. എല്ലാം നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ചേർന്ന് കിടക്കുന്നതും ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. വായിച്ച് തന്നെ അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ബഥാന്യ എന്ന സ്ഥലത്ത് ലാസർ എന്നൊരു യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മറിയ എന്ന സ്ത്രീയുടെയും മാർത്ത എന്ന സ്ത്രീയുടെയും സഹോദരനായിരുന്നു. മറിയയും മാർത്തയും അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ പ്രിയപ്പെട്ടവരായിരുന്നു. ആ കുടുംബം തന്നെ പ്രിയപ്പെട്ട കുടുംബമായിരുന്നു. ഈ മറിയായിരുന്നു യേശുക്രിസ്തുവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുടച്ചത്. അപ്പോൾ ഈ സഹോദരൻ ലാസർ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞു. എന്നാൽ ആ സമയം യേശുക്രിസ്തു അത് അങ്ങോട്ട് പോയില്ല. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്ര എന്ന് പറഞ്ഞു. എന്നിട്ട് സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞിട്ടും 2 ദിവസം കൂടെ യേശു ഇരുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം പുറപ്പെട്ടു പോയില്ല. അപ്പം നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പറയാണ്, അവിടെ വെച്ചവൻ കല്ലെറിയാൻ ഭാവിച്ചല്ലോ, നീ പിന്നെ അവിടെ പോകുന്നുവോ? യേശു പറഞ്ഞു, പകലിന് 12 മണി നേരെ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനും അവന് വെളിച്ചമില്ലായിക്കൊണ്ട് ഇടർന്നു. അതുകൊണ്ട് നമുക്ക് പോവാം എന്നുള്ളതാണ്. അതിനിടയ്ക്ക് യേശുക്രിസ്തു പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും നാം അവനെ ഉണർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താൻ കഴിയും, അവന് സൗഖ്യം വരും
എന്ന് പറഞ്ഞു. പക്ഷേ യേശുക്രിസ്തു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് ഈ നിദ്ര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അവൻ മരിച്ചു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തു അത് വീണ്ടും പറയുന്നു, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. അപ്പോൾ തോമസ് പറഞ്ഞാൽ അവനോടുകൂടി മരിക്കാൻ വേണ്ടതിന് നമ്മളും കൂടെ പോവാം എന്ന് തോമസ് രഹസ്യമായിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്. അവിടുന്ന് അവിടെ ചെന്നു. മരിച്ചിട്ട് 4 ദിവസമായി. കല്ലറയിൽ വെച്ച് കഴിഞ്ഞു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് മാർത്ത പറയുന്നു. എന്നാലും നീ ഇപ്പോഴെന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്നും പറയുന്നുണ്ട് മാർത്ത. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത ഉടനെ പറഞ്ഞു, അതെ, ഒടുക്കത്തെ നാളിൽ അവൻ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. അവനോട്, ഓ കർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായി ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പം അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി. യേശു കണ്ണുനീർ വാർത്തു. യേശുവും കരഞ്ഞു. എവിടെ വെച്ചോന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അത് വന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കല്ലറയിലെത്തി. അതൊരു ഗുഹ പോലത്തെ കല്ലറയായിരുന്നു. ഒരു കല്ലും അതിൻ്റെ മേൽ വെച്ചിരുന്നു. കല്ലെടുത്ത് നീക്കാൻ പറഞ്ഞു. കല്ല് നീക്കി. അപ്പം മാർത്ത പറയാണ്, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ട്, 4 ദിവസമായി. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ക്രിസ്തു ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നത്. അവന് മുമ്പ് വരുന്ന വഴിക്ക് തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകും എന്ന്. നിങ്ങൾ മാത്രമല്ല, ഈ ചുറ്റും നിൽക്കുന്ന എല്ലാവരും വിശ്വസിപ്പാൻ, ഇവർ പറയുന്നത് കേട്ട് വിശ്വസിപ്പാൻ ഒക്കെ ഇടയാകുന്നൊരു വലിയ സംഭവമാണ് മരിച്ചിട്ട് 4 ദിവസമായി അഴുകിയ ശരീരം ജീവനോടെ പുറത്തു വരുന്നത്. ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ച് പറഞ്ഞപ്പം ആ മനുഷ്യൻ പുറത്തു വന്നു. അവൻ്റെ കൈയും കാലും ഒക്കെ ഈ ശീല കൊണ്ട് ചുറ്റിയിരുന്നല്ലോ, എൻ്റെ അടക്കത്തിന് മുന്നോടിയായിട്ട്. അതെല്ലാം അഴിക്കാൻ പറഞ്ഞു. അതെല്ലാം അഴിച്ചു കൊടുത്തു. അവൻ ഫ്രീ ആയി. യഹൂദന്മാർ പലരും അത് കണ്ട് വിശ്വസിച്ചു. എന്നാൽ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്ത് അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് പരീശന്മാരും മഹാപുരോഹിതന്മാരും കൂടി, എന്താണ് ഇതിൻ്റെ വഴി, എന്താണ് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇപ്പോഴാണെങ്കിൽ ആർക്കും തടുക്കാൻ പറ്റാത്ത, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വലിയ അടയാളം ചെയ്തു ഇരിക്കുന്നു. ഇത് എന്തു ചെയ്യും? അവനെ കൊന്നേ ഒക്കുള്ളൂ. അപ്പോൾ ആ വർഷത്തെ മഹാപുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നുമില്ല. അപ്പം അങ്ങനെ ഒരു കാഴ്ച കയ്യഫാവിനുണ്ടായിരുന്നു. യേശുക്രിസ്തു മരിക്കാനിരിക്കുകയാണെന്നും അത് ജനത്തിനു വേണ്ടിയാണെന്നും ഒക്കെ അതാണ് ഇവിടെ പറയുന്നത് കയ്യഫാവ്. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അവന് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ എന്നും എഴുതിയിരിക്കുന്നു. ഈ കയ്യഫാവ് പറഞ്ഞതാണ്. കയ്യഫാവ് പറഞ്ഞതിൻ്റെ ആശയം. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ ഇടയിലൊന്നും പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്ക് അരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് പോയി. എഫ്രൈം അറിയാൻ നമുക്ക്, പഴയ നോർത്തേൺ ഇസ്രായേലാണ്, വടക്കേ ഇസ്രായേലാണ്. ഇസ്രായേലിലാണ് ഈ എഫ്രൈം എന്ന സ്ഥലം. അവിടെ പോയ ശിഷ്യന്മാരുമായിട്ട് അവിടെ പാർത്തു. അവിടെ എഴുതിയിരിക്കുന്നത്, യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പാകെ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. അപ്പം ഈ പെരുന്നാളിനും, അതായത് പെസഹ പെരുന്നാളിന് എല്ലാ പുരുഷന്മാരും യെരുശലേം ദേവാലയത്തിൽ എത്തണമല്ലോ. അപ്പോൾ ഇക്കുറി അവൻ എത്തും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട്, എന്ത് തോന്നുന്നു, അവൻ ഈ പെരുന്നാളിന് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇനിയിപ്പം അങ്ങനെയായി.
അപ്പം എവിടെയെങ്കിലും യേശുക്രിസ്തുവിനെ കണ്ടാൽ എന്ന് വിവരം പറയണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി അവർക്ക് തിരിഞ്ഞും പറഞ്ഞും നോക്കേണ്ട അവസ്ഥ മാറി. ഇനി ഇവനെ കൊന്നാലേ ഒക്കെയുള്ളൂ, അതിനുള്ള വഴികൾ ആലോചിക്കുകയും അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളുടെ തുടക്കമായി അവിടെ മാറുകയും ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ വായന ഉൾപ്പെടെ ഇന്നത്തെ എല്ലാ വായനാ ഭാഗങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയും കാത്ത ദൈവം മുന്നോട്ടും നമ്മളെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. കേട്ടിരുന്ന താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നന്ദി.